ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ. തൊട്ടാ നീ എന്ത് ചെയ്യൂടി? ഇത്രയും കാലം ഞാൻ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അപ്പോഴൊക്കെ നിങ്ങൾ എന്നെ കൊല്ല ചെയ്ത് രസിക്കായിരുന്നു. ഇനി എന്റെ നേരെ കൈ പൊക്കിയാല് പ്രായോ സ്ഥാനോ ഒന്നും ഞാൻ നോക്കില്ല. മോളെ, വലിയൊരു പ്രായശ്ചിത്ത അച്ഛനും അമ്മയും ചെയ്യുന്നത്. അതിന് കണിമംഗലത്തുകാരെ നമ്മളെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ വിവാഹത്തിന്റെ എല്ലാ ചടങ്ങുകളും അങ്ങനെ തന്നെ വേണോന്ന് അവര് നിർബന്ധിക്കില്ലായിരുന്നല്ലോ. എന്നാലും ഈ പെണ്ണ് കാണലും ഉറപ്പിക്കലും ഇതൊക്കെ വേണമായിരുന്നു അമ്മേ. എല്ലാം വേണം. വരുണിന്റെ അച്ഛൻ ആവശ്യപ്പെട്ടതല്ലേ. എല്ലാവരും കൂടി വന്ന് ഒരു തീയതി തീരുമാനിക്കട്ടെ. എന്നിട്ട് വിവാഹത്തിന് നിന്നെ ഒരുക്കി അമ്മയ്ക്ക് വിവാഹ മണ്ഡപത്തിലേക്ക് നിന്നെ ആനയിക്കണം. അച്ഛൻ നിന്നെ കൈപിടിച്ചു കൊടുക്കണം. അപ്പോഴേ ഈ പ്രായശ്ചിത്തം പൂർത്തിയാവൂ. ആ, അമ്മ അടുക്കളയിലൊന്ന് പോയിട്ട് വരാം. എന്റെ പ്രിയങ്കമോളുടെ സ്ഥാനത്തേക്ക് കയറിയിരിക്കാൻ പോവാ അല്ലടി? അവള് ചൊത്ത തലയ്ക്ക് മീതെ നിൽക്കുമ്പോ ഇങ്ങനെ ഒരു കല്യാണം നടത്താൻ നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരിക്കും. പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഒരു ചടങ്ങും വേണ്ട. അതിനുവേണ്ടി നീ കെട്ടി ഒരുങ്ങുകയും വേണ്ട. അഴിച്ചു മാറ്റടി ഇതൊക്കെ. പറഞ്ഞത് കേട്ടില്ലടി. ഒഴിച്ചു മാറ്റ. അനുസരിക്കേണ്ടവരെ അനുസരിക്കണം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അവര് പറയുന്നത് മാന്യമായ കാര്യങ്ങളാണെങ്കിൽ മാത്രം അനുസരിക്കുക, അല്ലാത്തത് നിഷേധിക്കുക. എതിർത്ത് പറയുന്നത് അഹങ്കാരാണെന്നൊരു ചിന്തയെ പാടില്ല. നമുക്കൊരു കാര്യം മനസ്സിൽ തോന്നിയ 100 തവണ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, അത് തെറ്റാണോ ശരിയാണോ എന്ന്. എന്നിട്ട് ശരിയാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിലങ്ങ് ഉറച്ചു നിൽക്കണം. നീ എന്റെ കൈ തടയാൻ വളർന്നോ? തടയും. എന്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ. തൊട്ടാ നീ എന്ത് ചെയ്യൂടി? ഇത്രയും കാലം ഞാൻ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അപ്പോഴൊക്കെ നിങ്ങൾ എന്നെ കൊല്ല ചെയ്ത് രസിക്കായിരുന്നു. ഇനി എന്റെ നേരെ കൈ പൊക്കിയാല് പ്രായോ സ്ഥാനോ ഒന്നും ഞാൻ നോക്കില്ല. അയ്യോ, എന്നെ കൊല്ലുന്നേ, എന്നെ കൊന്നേ, എന്റെ ദേവാ ഓടിവായോ. ഇവളെന്നെ കൊന്നടാ, ഈ മൂദേവി എന്നെ കൊന്നടാ. അയ്യോ എടി, നീ എന്നെ തള്ളിയിട്ടല്ലടി. അയ്യോ അയ്യോ അയ്യോ, എന്താ മാറങ്ങോട്ട്. എന്ത് പറ്റി? എന്താ മോളെ? ഇന്നത്തെ ചടങ്ങ് മുടക്കണമെന്ന് പറഞ്ഞ് എന്നെ തല്ലാൻ വന്നമ്മേ. കാല് തെറ്റി വീണു. അവിടെ കിടക്കട്ടെ. എടി എടി, ഇവളെന്നെ മനഃപൂർവ്വം തള്ളിയിട്ടതാ. യശോദേ, ഈ അഹങ്കാരം പിടിച്ചവളെന്നെ തള്ളിയിട്ടതാണെന്ന്. തള്ളിയിട്ടെങ്കിൽ അത് കാര്യമായി പോയമ്മ. അമ്മ ആരെയായി വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്? എനിക്കോ യശോദയ്ക്ക് തോന്നാത്ത ഒരു പ്രതികാരവും അമ്മയ്ക്ക് തോന്നേണ്ട കാര്യമില്ല.
യശോദേ, ഇവിടെ വിളിച്ചോണ്ട് പോയേ. പ്രിയങ്കയുടെ ആത്മാവിനോട് ഇത്രയെങ്കിലും സഹതാപം അമ്മയുടെ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നെറുകെട്ട പ്രതികാരത്തിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങിത്തിരിക്കരുത്. കുറച്ചു കഴിയുമ്പോൾ കണിമംഗലത്ത് നിന്ന് ആളുകൾ വരും. അവരുടെ മുമ്പിൽ വെച്ച് ഇതുപോലെ എന്തെങ്കിലും കാര്യത്തിന് അമ്മ ശ്രമിച്ചാൽ എനിക്ക് അമ്മയെ തള്ളി പറയേണ്ടി വരും. അത് ഓർത്താ നല്ലതാ. വാ. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കായെന്ന് കരുതി ഞാൻ തോറ്റു കൊടുക്കാനൊന്നും പോകുന്നില്ല. ഈ കല്യാണം ഞാൻ നടത്തില്ല, ഒരിക്കലും നടത്തില്ല. ഹ, ഹ, അയ്യോ അയ്യോ, എന്റെ നടുവേ, എന്റെ മേ, അയ്യോ ഭൂദേവി, ഇവൾ ഒരു കാലം ഗതി പിടിക്കത്തില്ല. അയ്യോ. കണിമംഗലത്തുകാരിപ്പോ ആറ്റുവാശ്ശേരിയിൽ എത്തിയിട്ടുണ്ടാവും അല്ലേ അടുത്തി? പറഞ്ഞ സമയം അനുസരിച്ച് അവരെത്തിയിട്ടുണ്ടാവും. കാർമേഘങ്ങളൊക്കെ ഒഴിഞ്ഞ് എന്റെ മോളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വരുന്ന ദിവസം, അവളെ പെണ്ണ് കാണുന്ന ദിവസം. പക്ഷേ അടുത്ത് നിൽക്കാനോ അത് കാണാനുള്ള ഭാഗ്യവും എനിക്കില്ല. കൺമുന്നിൽ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നടക്കുക, പക്ഷേ എത്താത്ത ദൂരത്തിൽ ഞാനും. ശ്യാമയ്ക്ക് അവിടെ പോണോന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ എന്തിനാ മടിക്കുന്നേ? ഫിദ മാഡം ഇപ്പൊ രണ്ടു കൂട്ടരുടെയും പ്രിയപ്പെട്ട ആളല്ലേ. രാധികയുടെ അമ്മയുടെ സ്ഥാനത്താണെന്ന് ദേവനാരായണൻ തിരുമേനിയും യശോദയെ അംഗീകരിച്ചിട്ടുള്ളതാ. മരുണിനെ രക്ഷിച്ചതോടെ ഇപ്പൊ കണിമംഗലത്തുകാർക്കും ഫിദ മാഡം പ്രിയങ്കരിയാ. പോയാലും നമുക്ക്. എനിക്ക് ആഗ്രഹം ഉണ്ടായിടത്തേ. എങ്കി പിന്നെ ഒട്ടും മടിക്കണ്ട. ദേ, ഫിദയുടെ വേഷത്തിലേക്ക് മാറിക്കോളൂ. നമ്മൾ ചെല്ലുമ്പോഴേക്കും ചടങ്ങുകളൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. വരന്റെ വീട്ടുകാരുടെ മുന്നിലേക്ക് മകളെ കൊണ്ടുപോയി നിർത്തുന്നത് അമ്മ തന്നെ ആയിക്കോട്ടെ. പോവല്ലേ? ഇനി സംശയിക്കൊന്നും വേണ്ട. നമ്മൾ ഇറങ്ങാൻ പോവാ. വാ, ഇറങ്ങാം. ഭഗവാനെ, ഒതുങ്ങി നിന്ന ആ ചടങ്ങുകൾ കാണാനെങ്കിലും എന്നെ അനുഗ്രഹിക്കണം. എല്ലാം നന്നായിട്ട് നടക്കണം. ആരുടെ ഭാഗത്തൊന്നും ഒരു എതിർപ്പും ഉണ്ടാവരുത്.